ഇപ്പൊ ഏതോ നല്ല കാര്യത്തിനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നല്ലോ. അതേ തിരുമേനി, കീഴ്ത്തരം ദേവസ്വം വക ലേലമാണ്. ഒന്ന് മുട്ടി നോക്കാൻ തന്നെയാണ് തീരുമാനം. ആദിത്യ പിള്ള ആയിരിക്കും എതിരാളി. ആദിത്യ പിള്ളയല്ല, ഏത് പിള്ളയായാലും ശരി. എനിക്കിതേ നടത്തേ. എവിടെ പോയി കിടക്കുകയായിരുന്നാ വാസു? ഏട്ടാ ഉടച്ചിട്ട് വാ. മാറി പിള്ളേരെ കുറയ്ക്കുന്നില്ല. എന്റെ കൂടമാണിക്ക് ദേവരെ, പാറയമക്കാവ് അമ്മേ, പുറ്റിങ്ങ ഭഗവതി, എന്റെ ഈശ്വര, എത്ര നാളിയാലും ഞാൻ നിന്നെ നടക്കി കൊണ്ടുടച്ചിട്ടുണ്ട്. തെങ്ങ് കൊണ്ട് മുറിച്ചിടാൻ പറ്റൂ? എത്രയോ നിവേദ്യങ്ങൾ ഞാൻ നിനക്ക് തന്നു. എന്റെ ഭദ്രകാളി, എങ്കിലും എന്നെ കൈവിടല്ലേ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രം മതി ഈ പൂജയും തേവാരും ഒക്കെ. ഇന്നലെ വെള്ളിയാഴ്ചയല്ലേന്ന് കരുതി അമ്പലത്തിൽ പോയി 2 വെടി വെച്ചേന്. ഇനി പറയാനൊന്നും ബാക്കി വെച്ചിട്ടില്ല. ഓ ദേവയാനി, എന്താ നിന്റെ തന്തയുടെ പേര്? ഇട്ടുണ്ണിപ്പിള്ള. അയാളുടെ തന്തയുടെ പേരെന്നാ? പങ്കുണ്ണിപ്പിള്ള. എന്നാലേ ആ പങ്കുണ്ണിപ്പിള്ളയുടെ തന്തയുടെ കാശ് കൊണ്ടുവന്നിട്ട് ഈ അമ്പലത്തിൽ നീ വെടി വെച്ചാൽ മതിട്ടാ. ഇങ്ങനത്തെ ഒരു നരകത്തിനുള്ളൂ നീ എനിക്ക് തന്നത് എന്റെ ഈശ്വര. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താടി കാര്യം? എനിക്കറിയില്ല. കൂടുകൂടാ കരയുക. എന്റെ ഗുരുവായൂരപ്പാ, പല ബുദ്ധിമോശവും കാണിച്ചു എന്തോ. നിന്റെ അല്ലേ മോള്, എന്തെങ്കിലും കാണിച്ചിരിക്കും. എവിടെയാണ് തവള്? ഇത് എവിടെ പോയി കിടക്കണേ? ഞാൻ അവിടെ നോക്കി അവിടെ കണ്ടില്ല. നിന്നെ ഇന്ന് ഞാൻ കൊല്ലുപടി. ആരാടി? സത്യം പറഞ്ഞോ? എടി ആരാണെന്ന്? പ്രേമേന്ദ്രൻ. ഈശ്വര ചൗമേ, നീ കുടുംബത്തിന് മാനം കെടുത്തല്ലോടി. ഇനി ഞാൻ ഈ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നിങ്ങൾ ആരെ മുഖത്ത് നോക്കണ്ടല്ലോ മനുഷ്യ. ഇടി സത്യം പറയാൻ. ഇടി ആരെന്ന്? ആരെന്നല്ലോ പിടിച്ചു തന്നെ. നിന്നെ തല്ലല്ലേ വേണ്ടത്, കൊല്ല വേണ്ടത്. നീ അമ്പലത്തിൽ വെടിയും വെച്ച് നടന്നോ? ഇപ്പൊ കണ്ട അവിടെ ചുരുക്കുന്നോടി. നിന്നെ ഞാൻ എനിക്കല്ല പറ്റിയത്. ഈ നീണ്ടകലെ ഗ്രേസിക്ക പ്രേമേന്ദ്രൻ നായകനാ. അയ്യോ, നിനക്ക് നേരത്തെ പറയായിരുന്നില്ലേ? അവളുടെ അമ്മയുടെ ഒരു നായകൻ. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ല ഈ പൈങ്കിളി കഥ വായിച്ചിരുന്നത്. നേരത്തിന് മുണ്ട് നിർത്തുന്നത്. എല്ലാ പാത്രങ്ങളും എത്തിയോടാ? എത്തി. അപ്പു, നീ എന്തായാലും ഒരുമാതിരി ഏപ്പടം കാണാൻ ഇരിക്കുന്നത് പോലെയുള്ളൊരു ഇരിപ്പ്. ഞാനേ നമ്മുടെ സൂസി വരുന്നുണ്ടോ നോക്കുമായിരുന്നു. ഓ, സൂസി അത്ര സുഖമില്ല, അതുകൊണ്ട് രജനി മതി നാശാൻ പറഞ്ഞു. അതും കൊള്ളാം. രജനിയാകുമ്പോ അധികം ഓടാ. ഏത് പെണ്ണുങ്ങളുടെ കാര്യമാണോ ഈ പറയുന്നത്? വണ്ടികളുടെ കാര്യമാ? ബസിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ബസ്? ലവൻ പോയോടാ? ആരാ? ആദിത്യ പിള്ള. ഇല്ലെന്നാ തോന്നുന്നത്. പോയിട്ടിപ്പോ എന്തോ ഉണ്ടാക്കാനാ? പട്ടി ചന്തയ്ക്ക് പോയ പോലെ. ഈ കുറുപ്പിനോട് ജയിക്കാൻ അവൻ 7 ജന്മം ജനിക്കണം. കൊട്ടാരത്തിൽ നിന്ന് 2 കാലം കൊപ്പും കൽപ്പിച്ച് കിട്ടിയവനായി കുറുപ്പ്. മനസ്സിലായോ? അല്ലാതെ ചുമ്മാ ചരക്കാൻ നടക്കുകയല്ല. ഇതാണ് ഒരു സംശയം പോലെ. അല്ല, എനിക്ക് സംശയമൊന്നുമില്ല. അല്ല ആശാനെ, സമയം നമുക്ക് ഇറങ്ങാം. കഴിഞ്ഞ അവിടത്തെ പോലെ ഇത്തവണ നമ്മൾ തോറ്റു കൊടുക്കരുത് ആശാനെ. ആശാനെ ആര് കിട്ടിയാലും കൊള്ള, ആദ്യത്തെ വിളിച്ച് കിട്ടരുത്. എന്നും വെള്ളിയാഴ്ചയാണെന്ന കുറുപ്പിന്റെ വിചാരം. ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ ലേലം ഉറപ്പിച്ച് കിട്ടിയ അമ്പലത്തിന് 4 വെടിവെച്ചേക്കഞ്ഞ്. അമ്പലത്തിന് വെടിവെക്കേ? അശു അല്ല, തെറ്റി. അമ്പലത്തില് ഒരു സൈക്കിൾ വരുന്നു. എന്താ ഞാൻ ഇന്ന് സൈക്കിളിലാ പോവാറ്? അതല്ല, നല്ല ശകുനം എന്ന് പറയായിരുന്നു. അച്ഛാ, എന്റെ ഈശ്വര, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാണ് പുറകെ വിളിക്കണേ. കേറി പോടി അടുത്ത്. എനിക്ക് കേറി പോവാൻ. പുള്ളച്ച, ഇനി എന്ത് നഷ്ടം വന്നാൽ ഈ ലേലം നമ്മൾ പിടിക്കണം. ആർക്ക് കിട്ടിയാലും ആ ഗോവിന്ദ കുറുപ്പിന് കിട്ടരുത്. അതിനൊക്കെ ഞാനൊരു വേല വെച്ചിട്ടുണ്ട്. 20,000 രൂപയ്ക്കെങ്കിലും കിട്ടിയാലേ നഷ്ടം വരാതെ കഴിക്കാൻ പറ്റുള്ളൂ പിള്ളേച്ചാ. നോക്കാം. നോക്കണം. ലേലത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ വായിക്കാം. ശങ്കരൻകുട്ടി, രാമൻ നായർ,
വേലായുധൻ പിള്ള, അയ്യപ്പൻ പിള്ള, കൃഷ്ണൻ നമ്പ്യാർ, ഗോപാലമേനോൻ, ഗോവിന്ദക്കുറുപ്പ്, ആദിത്യ പിള്ള. അവരോഹ ക്രമത്തിലാണ് ലേലം. ജനുവരി മാസം 15-ാം തീയതി മുതൽ കീഴ്ത്തേടം ദേവസ്വത്തിന് ആവശ്യമായ നിവേദ്യം, അപ്പം, അരവണ, പാൽപായസം തുടങ്ങിയ 11 ഇനങ്ങൾ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള അളവിൽ പാചകം ചെയ്യുന്നതിന് പൊറുപ്പേറ്റെടുക്കുവാനുള്ള അവകാശം വിളിച്ചുറപ്പിച്ച് കരാറാക്കേണ്ടതാകുന്നു. എല്ലാവരും നിശബ്ദരായിരിക്കണം. എല്ലാവരും നിശബ്ദരായിരിക്കണം. ദേവസ്വം ലേലത്തുക 30,000 രൂപ. 29,000. ശങ്കരൻകുട്ടി 29,000 രൂപ. 28,500. 28,000. ആദിത്യപിള്ള 28,000 രൂപ. 26,000. ഗോവിന്ദക്കുറുപ്പ് 26,000 രൂപ. 25. ആദിത്യപിള്ള 25,000 രൂപ. എന്താ പിള്ള ചെയ്ത്? ആദിത്യപിള്ള 25,000 രൂപ ഒരു തരം. ആദിത്യപിള്ള 25,000 രൂപ ഒരു തരം. 24,000. 20. ആദിത്യപിള്ള 20,000 രൂപ ഒരു തരം. പ്രശ്നമാണ്. ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. 19,000. ഗോവിന്ദക്കുറുപ്പ് 19,000 രൂപ ഒരു തരം. ഗോവിന്ദക്കുറുപ്പ് 19,000 രൂപ 2 തരം. ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. 15,000 രൂപ. 14,000 രൂപ. 13,000 രൂപ. 12, 11. 10. 9. ആദിത്യപിള്ള 9,000 രൂപ ഒരു തരം. ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? 6,000 രൂപ. ഗോവിന്ദക്കുറുപ്പ് 6,000 രൂപ ഒരു തരം. ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. ഒരുപാട് ലാഭം കിട്ടൂട്ടാ. നഷ്ടമായാലും നമുക്ക് തന്നെ കിട്ടിയ ഗോവിന്ദക്കുറുപ്പ് 6,000 രൂപ ഒരു തരം, 2 തരം, 3 തരം. സുരേട്ടാ, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. ലേഖയുടെ ഇഷ്ടം പോലെ. സുരേട്ടാ, എത്ര ദൂരെ യാത്ര ചെയ്തത്? ഓ, നടു ഒടിഞ്ഞു. എനിക്ക് യാതൊരു ക്ഷീണവുമില്ല. നല്ല സുഖമായിരുന്നു, പ്രത്യേകിച്ച് ഗട്ടറി വീഴുമ്പോ. അപ്പോ വരുന്ന വഴിയിലെ ഗട്ടറൊന്നും കളയഞ്ഞത് അതായിരുന്നല്ലേ? മനസ്സിലായല്ലേ? ചിരിക്കുന്നുണ്ടല്ലേ കൊള്ളാൻ. ആ, ഇപ്പഴാ ഓർത്തത്, മാരുതി കാറിന്റെ കളർ മാറ്റിയോ? ക്രീം മതിയായിരുന്നു സുരേട്ടാ, എനിക്കാ കളറാ ഇഷ്ടം.
ഇന്നെന്താ കാർ എടുക്കഞ്ഞത്? അതോ അങ്കിൾ ദുബായിൽ നിന്ന് വരുന്നെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാ ഞാൻ വണ്ടി വീട്ടിൽ തന്നെ ഇട്ടത്. അല്ലേലും സുരേട്ടിന് വലിയ വെഹിക്കിൾ ക്രേസാ. എന്തിനാ ഇത്രയും വണ്ടികള്? കാറും സ്കൂട്ടറും ബൈക്കും. നോക്കിക്കോ, ചെലവൊക്കെ ഞാൻ കുറപ്പിക്കുന്നുണ്ട്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും എന്റെ ഓരോ ബർത്ത്ഡേക്കും അങ്കിളിന്റെ വക ഓരോ % ഉണ്ടാവും. ഒരേ ഒരു പുന്നാര മരുമോനല്ലേ, അതുകൊണ്ടാ. എന്റെ അച്ഛനാണെങ്കിൽ നേരെ മറിച്ചാ. ഒരു വണ്ടി ഉള്ളത് വേണമെങ്കിൽ ടയർ ഊരി ഷെഡിലിട്ടേക്കും. അല്ലേലും അച്ഛന്മാരങ്ങനെയാ. സുരേട്ടനും അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ജോലി അടിച്ച് നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. എന്താ സുരേട്ട ഓർക്കുന്നത്? ഞാൻ എന്റെ ഡാഡിയെ കുറിച്ച് ഓർത്തുപോയി. സോറി, സുരേട്ടന്റെ അച്ഛന്റെ കാര്യം പറയുമ്പോ സുരേട്ടൻ മൂഡൌട്ടാവും. അത്രയ്ക്ക് സ്നേഹമായിരുന്നല്ലേ? അതെ, നമുക്ക് തിരിച്ചു പോകാം. നേരെ ഒരുപാടായി. ശരിയാ, താമസിച്ച ഹോസ്റ്റൽ മേറ്ററും കയറ്റത്തില്ല. നമുക്ക് പോവാം. പറഞ്ഞ സമയത്ത് കൃത്യമായി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി എന്നെ സ്വപ്നം കാണണം കേട്ടോ. അത് പിന്നെ എന്നുള്ളതല്ലേ, സ്വപ്നത്തിലല്ല വല്ലതൊക്കെ നടക്കൂ. വേഗം പോയിക്കോ, നേട്ടന്റെ കണ്ണിൽ പെടണ്ട. ബൈ. നാളെ റെസ്റ്റോറന്റ് വൈകിട്ട് 5 മണി. ഏറ്റു സാറേ. സുരേഷ്, സമയം എത്രയായി? 6 മണി. നീ 4 മണിക്ക് വരാന്ന് പറഞ്ഞു പോയവനാ. പറയാം. കുന്തം. ദേ നോക്ക്, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ള അടുപ്പം കൊണ്ടാണ് ഞാൻ നിന്റെ ഈ പണിക്ക് കൂട്ടു നിൽക്കുന്നത്. എന്റെ പൊന്നു ജോസഫേ, ഞാൻ ഒരു വല്ലാത്ത ഗോതയിൽ ചെന്ന് പെട്ടുപോയി. ഇനി കളിച്ചേ പറ്റൂ. അറിയാ, നീ ചെയ്യുന്ന സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ അമ്മച്ചാണ് ഞാൻ മറക്കത്തില്ല. സത്യമൊക്കെ കൊള്ളാം. നീ ഇങ്ങനെ മാരുതിയും ടയോട്ടയും ബൈക്കും ഒക്കെ എടുത്തോണ്ട് പോയാ ഞാനും ഭാര്യയും കുട്ടിയും പട്ടിണിയാകും എന്റെ അളിയാ. ഓ, അങ്ങനൊന്നും സംഭവിക്കില്ല. എടാ, വണ്ടിയുടെ ഉടമസ്ഥന്മാരുടെ കണ്ണിൽപ്പെട്ട എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. സമ്മതിച്ചളിയാ, ഇല്ല എനിക്ക് വേണ്ടി ക്ഷമിച്ചോളാ. പിന്നല്ലാതെ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. തന്നല്ലോ, എങ്കിലെന്താ ജോസഫ് ചെന്ന് പണി നോക്ക്. ചെല്ലേ, ഞാൻ പണി നോക്കാം, നീ എന്റെ പണി കളയായിരുന്നാ മതി. ഐ വിൽ ട്രൈ. എടാ, എന്റെ വാച്ച്. ഓ, ഭയങ്കര ഓർമ്മശക്തിയാണല്ലേ. ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല. താൻ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട. എടോ, താൻ കളിപ്പിക്കുകയാണോ? ഉച്ചക്ക് വന്നപ്പോ വൈകിട്ട് വരാൻ പറഞ്ഞു, ഇപ്പൊ വന്നപ്പോ കാലത്ത് വരാൻ. കാലത്തന്നെ തുണി കിട്ടിയില്ലെങ്കിൽ അടിച്ചതിന്റെ ഷേപ്പ് മാറ്റിക്കളയും, മനസ്സിലായോ? എന്റെ പൊന്നു സുഹൃത്തെ, കാലത്ത് അലക്കാൻ കൊണ്ടേ തുണി തരെ എത്തിയിട്ടില്ല. നാളെ കാലത്ത് തീർച്ചയായിട്ടും തരാം. തീർച്ചയാണല്ലോ, തീർച്ചയായിട്ടും തരാം. എന്നെ വെറുതെ നടത്തിക്കരുത്. ഇല്ല, സംഗതി അലമ്പാവും. സത്യമായിട്ടും കാലത്തെ തരാം. എന്റെ ദൈവമേ, ആ മഹാഭാവി എന്റെ കഞ്ഞി പാറ്റ വീഴ്ത്തുന്നാ തോന്നുന്നത്. അവനെ കൊണ്ട് ഞാൻ തോറ്റു. അവനിങ്ങ് വരട്ടെ. കരുണ, എന്റെ പൊന്ന് സുരേഷ്, നീ എന്നെ വഴിയാധാരമാക്കരുത്. പാർട്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാ പോയത്. അവരെ ഒന്ന് പറഞ്ഞു വിടാൻ പെട്ട പാട്. ഇക്കണക്കിന് പോയാൽ കസ്റ്റമേഴ്സ് എന്റെ കിഡ്നി എടുത്ത് മാറ്റും. അങ്ങനെ കസ്റ്റമേഴ്സ് നിന്റെ കിഡ്നി എടുത്ത് മാറ്റുകയാണെങ്കിൽ പകരം ഞാൻ നിനക്കൊരു കിഡ്നി തരാം. എന്റെ സ്വന്തം കിഡ്നി. ഒന്ന് ക്ഷമിച്ചോ എന്റെ കർണ. ഒന്നിന്റെ അടുത്ത് കറങ്ങി അല്പം താമസിച്ചു പോയി. എന്റെ പൊന്നു കരുണനല്ലേ. ആ, സ്ഥലമേതാണെന്നും പോയതെന്തിനാണെന്നും നമുക്കും അറിയാമേ. വല്ലതുമൊക്കെ നടക്കുമ്പോ ഈ കരുണനെ കൂടി ഒന്ന് ഗൗരിക്കണം കേട്ടോ. ആ, എനിക്ക് നല്ലൊരു ഫേസ് കട്ട് ഉണ്ടായിരുന്നെങ്കിൽ വല്ലതിനൊക്കെ ഒന്ന് ചൂണ്ടാമായിരുന്നു. അതിനൊക്കെ ഒരു നാക്ക് വേണം കരണ. തന്നെ തന്നെ. അവസാനം നാക്ക് മൂക്ക് ഒന്നാകുമ്പോഴാ വിവരം അറിയുന്നത്. ഞാൻ വരട്ടെ. ഓ ഓ, പോയാട്ടെ. താങ്ക്സ്. ഓ, താങ്ക്സ് അണ്ണ. ഓ, ശരിയാടാ. കാറ് കടം, ബൈക്ക് കടം, പാന്റ് കടം, ഷർട്ട് കടം, വാച്ച് കടം, കൂളിംഗ് ഗ്ലാസ് കടം. ദൈവമേ, ഇവനിട്ടിരിക്കുന്ന ജഡ്ഡി വരെ അവിടെ നിൽക്കടാ. എവിടായിരുന്നടാ ഈ പാതിരാത്രി വരെ? ഞാൻ ഒരു ജോലിക്കാര്യത്തിനായിട്ട് ഒരാളെ കാണാൻ ടൗൺ വരെ പോയിരുന്നതാ. കുറെ കാലം ആയല്ലോ ഈ നടപ്പ് തുടങ്ങിയിട്ട്.
എന്നിട്ട് എന്തോ പുളിശ്ശേരിയാ ഉണ്ടാക്കിയത്? എടാ മോനെ, പരമ്പരാഗതമായിട്ട് ഈ കുടുംബത്തിന് കിട്ടിയ ഒരു വൈഭവമുണ്ട്, അത് പ്രയോജനപ്പെടുത്താൻ നോക്ക്. അച്ഛൻ ഈ വർത്താനം പറയുമ്പോഴേ എനിക്ക് പറയടാ, എന്താ നിനക്ക്? BA പഠിച്ച എന്റെ മുഖത്ത് നോക്കി അച്ഛൻ ഇങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്. അതേടാ, നിന്നെ BA വരെ പഠിപ്പിച്ചതാണ് എന്റെ തെറ്റ്. എടാ, നിന്റെ 3ാമത്തെ വയസ്സിൽ തള്ള മരിച്ചതാ. അന്ന് മുതൽ ഇന്ന് വരെ എത്ര കല്യാണാലോചനകൾ എനിക്ക് വന്നിട്ടുണ്ടെന്നറിയാമോ? എനിക്കറിയത്തില്ല. നിനക്കറിയത്തില്ല. എടാ, നിന്നെ വളർത്തി ഒരു നല്ല പാചകക്കാരനാക്കി എടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എടാ, പാചകം എന്ന് പറയുന്നത് ദൈവികമാണ്, ദൈവികം. ദൈവികം എന്ന് പറഞ്ഞ ഈ പോയതൊന്നും എനിക്ക് നീ വരണ്ട. ഒരു തൊഴിൽ രഹിതനും അവിവാഹിതനുമായ ഒരു ചെറുപ്പക്കാരന്റെ മാനസിക വികാരം മനസ്സിലാക്കാൻ എന്റെ അച്ഛന് കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് അച്ഛാ നാടകം കളിക്കുകയാണോ? അവൻ നാടകം കളിക്കുന്നു എന്റെ മുമ്പില്. ഓരോ അടവും കൊണ്ട് ഇറങ്ങിക്കോളും. ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. ആശാനെ, പണിയൊന്നുമില്ലേ ആശാനെ? ശംഭോ മഹാദേവ. ഈ ഇടയായിട്ട് എന്നെ പണിക്കൊന്നും വിളിക്കുന്നില്ലല്ലോ ആശാനെ. ഓളക്കടവിലാണോടി പണി? അശ്രീകരം. അടുത്ത പണിക്ക് എന്നെ വിളിക്കോ ആശാനെ? അമ്മുക്കുട്ടി, നീ കുളിക്കാൻ വന്നാണ്, കുളിച്ചിട്ട് പോ. മനുഷ്യന് ഒരു കാര്യം കാര്യം പറഞ്ഞാലും ഈ മനുഷ്യന് മനസ്സിലാവില്ല. ഇനി ഏത് ഭാഷയിലാണോ ഇയാളോട് പറയേണ്ടത്? ഓ, ശംഭോ മഹാദേവൻ. ഞാൻ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നറിയാമോ? സോറി ലേഖ, ഈ വണ്ടി കിട്ടാൻ സ്വന്തം ലേറ്റ് ആയി, അതുകൊണ്ടാണ്. വണ്ടി കിട്ടാനോ? അത് പിന്നെ വണ്ടി ഈ വർക്ക്ഷോപ്പില് സർവീസിന് കൊടുത്തു, അത് കിട്ടാൻ ലേറ്റായി. നമുക്ക് നമ്മുടെ പഴയ റെസ്റ്റോറന്റ് തന്നെ മതിയായിരുന്നു അല്ലേ? കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നല്ല ഫുഡാ. അതെ, കോസ്റ്റ്ലിയാണ്, നല്ല ഫുഡുമാണ്. പക്ഷെ ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചു വെച്ച് മടുത്തു, അതുകൊണ്ടാ. എനിക്ക് മടുക്കുന്നില്ല. വരൂ സുരേട്ടാ. എന്റെ ഗുരുവായൂരപ്പാ. സുരേട്ടാ, ദാ വരുന്നേ. ഫ്രൈഡ് റൈസ്, ചിക്കൻ ചിക്കൻ നല്ല വിശപ്പ്. ഞാനിന്ന് കാര്യമായിട്ട് കഴിക്കാൻ പോവാ. സുരേട്ടൻ എന്ത് വേണം? എനിക്കൊന്നും വയർ ഫുള്ള. അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നലെ വീട്ടിൽ ഒരു പുതിയ കുക്കിനെ അപ്പോയിന്റ് ചെയ്തു. ചിക്കൻ ഐറ്റംസ് അതാവും വെക്കണം. എന്തോ ഒരു ടേസ്റ്റ് ആണെന്നറിയോ? ഞാൻ ഇത്രയ്ക്ക് ഇന്നലെ കഴിച്ചു. ഇനി ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ എന്റെ വയറ്റി ഇടവില്ല. ഒരു ജിഞ്ചർ ചിക്കൻ, ഒരു ചിക്കൻ സൂപ്പ്, ഒരു ചിക്കൻ നൂഡിൽസ്, ലൈം ജ്യൂസ്. ഒന്ന് പെട്ടെന്ന് തരണേ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ആശാനെ, എന്റെ പൊന്നാശാനെ, എന്നെ ഒന്ന് സഹായിക്കണം. ഈ ഓർഡർ ചെയ്ത സാധനത്തിനെല്ലാം കൂടി എത്ര രൂപയാവും? 12, 40, 70, 70 രൂപയാവും. അയ്യോ, 75. എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? ചില്ലി ചിക്കൻ ഹാഫാക്കാം മതി. അല്ല, അപ്പൊ എത്രയാവും? 58 ആവും. രക്ഷപ്പെട്ടു. ഇതാ, എന്റെ 60 രൂപയുണ്ട്. 2 രൂപ ടിപ്പ്, അതും അഡ്വാൻസ്. എന്റെ പൊന്നു ചേട്ടാ, എനിക്കൊരു ഉപകാരം കൂടെ ചെയ്യണം, ഒരു ചെറിയ ഉപകാരം. അത് ശരി, നടക്കട്ടെ. ശംഭോ മഹാദേവ, എന്റെ സപ്ലൈർ ആയിട്ട് ദീർഘായുസ് കൊടുക്കണേ. നമ്പർ നമ്മളെടുത്തേ. അവൻ എന്താ സുരേട്ടാ? ഞാനിത് എത്ര കണ്ടതാ. എന്താ?
എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. അവന്റെ മുഖം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നു. ആരുടെ? ആ വെയിറ്ററുടെ എന്ത്? നമ്പരേ അത് എന്റെ അടുത്ത്. ഞാൻ ചോദിച്ചു, എന്താ? അവൻ സത്യം പറഞ്ഞു, സമ്മതിച്ചു. ഞാനല്ലേ മോൻ, അത് ക്യാൻസൽ ചെയ്തു. ആ, ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തു. അത് നന്നായി. ആ. ഇതിന് എന്ത് വില വരും സുരേട്ടാ? കൊള്ളാവോ? കൊള്ളാം. ഇതിനൊരു 1.5 ലക്ഷം രൂപ വില വരും തോന്നുന്നു. ഞാൻ അത്ര കാര്യമാക്കില്ല. താനേ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാണല്ലേ? അയ്യോ ഞാനല്ല. മതി മതി മതി, കൂടുതൽ പ്രസംഗിക്കണ്ട. താമ്പോ പോടോ പോ. ഇവന്റെ അടുത്തൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാം ഫ്രോഡാണ്. നമ്മൾ ഉമ്മാരുടെ കള്ളത്തരം കണ്ടുപിടിച്ച ദേഷ്യത്തിൽ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? തേക കഴിക്കേ. ഒരു മിനിറ്റ്. ചേട്ടാ കഴിച്ചല്ലേ? നന്നായിരുന്നോ? എല്ലാം നന്നായിട്ടുണ്ട് സുരേട്ടാ. അതെയോ? ആ? ആ. കാശ് കൊടുക്കണ്ടേ? എനിക്കൊരു അക്കൗണ്ടാ. വല്ല 5000-ഓ 10000-ഓ ആവുമ്പോഴേ കൊടുക്കുള്ളൂ. അതൊന്നും അത്ര കാര്യമാക്കല്ല. എന്നാ എനിക്കൊരു ഐസ്ക്രീം കൂടെ വേണം സുരേട്ടാ. അത് വേണ്ട 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 വേണ്ട. അതായത് എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് ഒരു ഐസ്ക്രീം കഴിച്ചു. പിന്നെ 2 ദിവസത്തേക്ക് നോൺ സ്റ്റോപ്പ് ആയിരുന്നു. നോൺ സ്റ്റോപ്പോ? അതെന്താ? മനസ്സിലായില്ലേ? ഉം. മലയാളത്തിൽ പറഞ്ഞാൽ വയറിളക്കം എന്ന് പറയും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിസെൻട്രി എന്ന് പറയും, വേറൊന്നുകൂടെ പറയും തൂറ്റൽ. ശ്ശോ, നമുക്ക് പോ. അതാ പറഞ്ഞത്. വേഗം പോകാം. ഭക്ഷണോ മറ്റൊരുപാട് കേട്ടോ. ഇതെന്താ 2 രൂപ? താൻ കേറുമ്പോഴേ പറഞ്ഞില്ലേ മീറ്ററിന് പുറമെ 2 രൂപ വെക്കണമെന്ന്? അയ്യോ സാറേ, മീറ്ററിന്റെ മേലെ 2 രൂപ വേണമെന്നാ പറഞ്ഞത്. മീറ്ററിന് 4 രൂപയായി. അഡീഷണൽ 2 രൂപ ചോദിച്ചത്. ഓഹോ, അഡീഷണൽ 2 രൂപ ഞാൻ തരണല്ലേ? ആ. തരാം. താൻ എന്റെ ബുക്കും പേപ്പറും ഒന്ന് എടുക്കും. എന്തിന്? ബുക്കും പേപ്പർ എടുക്കാൻ. എന്തിന്? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ആരാ? MVI, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. എന്റെ ബുക്കും പേപ്പർ എടുക്കാൻ. സോറി സാർ. ഒന്നും പറയണ്ട, ബുക്കും പേപ്പർ എടുക്കാൻ. അല്ല സാറേ, ഇതിരിക്കട്ടെ, ആളെ മനസ്സിലായില്ല. ഈ ബാഗ് ഇവിടെ വെച്ചോളൂ. വരട്ടെ. കണ്ടിട്ടൊരു അഭയാർത്ഥിയുടെ ലക്ഷണമുണ്ട്. വല്ല CID മറ്റായിരിക്കോ? ഏയ്, അതാകാൻ വഴിയില്ല. ഏതായാലും ഇങ്ങോട്ട് തന്നെയാ വരവ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. മനസ്സിലായില്ല. മനസ്സിലാവാൻ വഴിയില്ല. ഞാൻ കുറച്ച് പറക്കുന്ന. എന്റെ പേര് മമ്മു. പറ്റിയ പേരാ അല്ലേ? നല്ല പേരാന്ന് പറയായിരുന്നു. അല്ല, നമുക്ക് നല്ല പാചകക്കാരുണ്ട്. ഒരു പോകുന്ന കുറിപ്പുണ്ട്, ഉഗ്രം പാചകക്കാരൻ. വേറെ എവിടെ ആരുണ്ട്? പിന്നെ ഒരു ഉണക്ക പാചകക്കാരനുണ്ട്, ആദിത്യപിള്ള. മാങ്ങറി വെക്കാൻ പോലും അറിയത്തില്ല. എന്നാ നമുക്ക് ആ കുറുപ്പിനെ തന്നെ കണ്ടു കളയാം. ഞാൻ കാണിച്ചു തരാം. കുറുപ്പാശാന്റെ മാനേജരും സെക്രട്ടറിയും അസിസ്റ്റന്റും ഒക്കെ ഞാൻ തന്നെയാ. വാസു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് അറിയണമെങ്കിൽ ഞൊണ്ടിവാസു എന്ന് പറഞ്ഞാൽ മതി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ആശാൻ വലിയ തിരക്കില്ല. സാരമില്ല, നമുക്ക് അങ്ങോട്ട് പോയി കാണാം. സാറിന് സോഡാവും കൊണ്ടുപോവാ.
രണ്ട് പഴം കൂടെ കൊടുത്തേക്കാം. കുറെ ദൂരം പോണോ? വേണ്ട, ഇവിടെ അടുത്ത് തന്നെയാ. പേര് കേട്ട കൊട്ടാരം പാചകക്കാരനാ. ബാഗ് വാസണ കാശ് തരാവിടെ. ഈ കേസിന്റെ അഡ്വാൻസ് ഉടനെ കിട്ടും. കണ്ട കോളിന് ഉഗ്രം കേസാണ് തോന്നുന്നത്. ഈ ബണ്ണിന്റെ കൂടെ ചേർത്ത് പറ്റി കിട്ടും. അപ്പൊ എന്താ പേരെന്ന് പറഞ്ഞത്? മമ്മു. പരിചയപ്പെടാൻ വളരെ സന്തോഷം. ഇരിക്കാം, ഇരുന്ന് സംസാരിക്കാം. കുടിക്കാൻ എടുത്തു കൊടുക്കണം. അത് വേണ്ട, ഞാൻ നല്ല ഗ്യാസുള്ള സോഡ വാങ്ങിച്ചു കൊടുത്തു. രണ്ടു ഉറക്കപ്പോയോ? നാട്ടിൻപുറമല്ലേ, ഇവിടെ അതൊക്കെ കിട്ടൂ. ആട്ടെ, അരിവെപ്പ് കാര്യമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതെ. സ്വയം പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത്. പുറമേ നിന്ന് ആളുകൾ അന്വേഷിച്ചു വരുന്നതിന് ഒരു കുറവുമില്ല. ചെല്ലാൻ സമയമില്ല, കൂടെ വേണ്ടത്ര ആളുമില്ല. അതറിഞ്ഞോണ്ട് തന്നെ ഞാൻ വന്നത്. സന്തോഷം. ആശാനി നോൺ വെജിറ്റേറിയൻ ഒന്നും ചെയ്യാറില്ലേ? ചെയ്യും, പക്ഷേ ചെയ്യാൻ പറ്റിയ ആളുകൾ കുറവാണ്. സാരമില്ല, ഞാൻ സംഘടിപ്പിച്ചോളാം. നമ്മൾ ഈ നോൺ വെജിറ്റേറിയൻ, അതെ അതെ, നോണിന്റെ ഒരു കാലമാണല്ലോ ഇത്. അതെ. അല്ല, ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടികളാണോ അതോ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണോ യൂസ് ചെയ്യുന്നത്? അത് വളരെ ശുദ്ധമായി ഞങ്ങൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അല്ലടാ? അങ്ങനെയല്ല. എന്റെ അനുഭവത്തില് ഈ കോഴിയിറച്ചി മസാല ചേർത്ത് കലക്കി നല്ല പരിചയമുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. ആയിരിക്കട്ടെ, നമുക്ക് എപ്പോഴാ വെക്കേണ്ടത്? എപ്പോ വേണമെങ്കിലും വെക്കാം. അതൊക്കെ ആശാന്റെ ഇഷ്ടം. മനസ്സിലായില്ല. അനുഭവത്തിന് നല്ല പരിചയമുള്ള ആളാണ് ആശാനെ ഞാനും. ആശാന്റെ കൂട്ടത്തിൽ എനിക്കും ഒരു ജോലി. വെട്ടുപണിക്കാണോ നീ? അതെന്താണെന്നറിയോ, അത്യാവശ്യമുള്ള എല്ലാ സാമാനങ്ങളും എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ എന്റെ സ്വന്താ. പകുതി മുക്കാലും പോറിനാ. അവന്റെ ഒരു തൊപ്പിയും ഓട്ടും പത്രാസും. നീയല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്? ഓരോന്ന് ഇറങ്ങിയിരിക്കുന്ന വേഷം. എന്റെ ഒരു സോഡാടേം രണ്ട് പഴത്തിന്റെ പൈസ ഇപ്പൊ തന്നില്ലെങ്കിൽ പൈസ ഇപ്പൊ തന്നില്ലെങ്കിൽ ഒഴിപരമായ ഒരു സമീപനം ഇതിൽ നിന്ന് ഇപ്പൊ പ്രതീക്ഷിക്കാം. നാളെ ഒരു കാലത്ത് നീതാ മൊണ്ടി തെണ്ടി തിരിച്ചു വരുമ്പോഴേ ഇന്റെ ഈ കൈകൊണ്ട് നല്ല മുന്ത കൂൾ ഡ്രിങ്ക്സും 2 നേന്ത്രപ്പായി ഞാൻ നമുക്ക് മേടിച്ചു കേട്ടോ. ഒന്ന് പറയും കൂളിംഗ് ഗ്ലാസ് കൂൾ ഡ്രിങ്ക്സ് അല്ല, അപ്പൊ എന്തോ ഇത് വെച്ചപ്പോ ഭയങ്കര രാത്രി. എടോ, കുറുപ്പ് കൊട്ടാരത്തിൽ ഉരുളി കഴിയുന്നെന്ന് പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത് ശരിയാ. വെപ്പുകാരോടും മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം. പിന്നെ അതൊക്കെ അല്ലേ കാര്യം. എന്തിന് നമ്മൾ വെപ്പേറി വിചാരിച്ചാ പോലെ ഒരു കല്യാണം കൊളാക്കാനും നന്നാക്കാനും ആ ബോധം ഇവർക്കുണ്ടോ? പിള്ളച്ച, ഞാൻ ഇന്നെ തന്നെ പൊക്കിപ്പോലെന്ന് കണക്കാക്കരുത്. 1500 ആള് ഒരു സദസ്സിന്ന് ഉണ്ണാതെ എണീറ്റ് പോയ ചരിത്രമുണ്ട്. അതെങ്ങനെ? നിസ്സാര കാര്യം. മസാലയിൽ ഒരു കളി കളിച്ചു. അന്ന് മുതൽക്കാണ് എനിക്ക് മസാല മമ്മു എന്നുള്ള ടൈറ്റിൽ വീണത്. ആ മസാലയുടെ കളി ഇവിടെ വേണ്ട. പേടിക്കണ്ട, പിള്ളാറ്റം പേടിക്കണ്ട. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ചേരല്ലേ, അപ്പൊ ആയുധത്തോടു കൂടി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഓ, കണ്ട് പഠിക്കണ പട്ടികളെ. ഇതാണ് ഗുരു ശിഷ്യ ബന്ധം. മനസ്സിലായ? കഴിഞ്ഞോ? കഴിഞ്ഞു. ഇങ്ങനെ തര കാളന്മാര്. കൊച്ചേപ്പാ, എന്തോ താങ്ക്സ്. എന്നെ ഇതുവരെ കൂട്ടിക്കൊണ്ടുവന്നതിന് വളരെ ഉപകാരം. ഞാൻ എത്ര വലിയവനായാലും ശരി നിങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല. ഈ മസാല ഒക്കെ കയ്യിൽ നിൽക്കട്ടെ. ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ കയ്യാളായിട്ട് നിൽക്കാമെങ്കിൽ നിന്നാ മതി. ഇതിലാരാ സീനിയർ? സീനിയർ ഞാൻ. ഞാനാ? സാറ് ഇരിക്കണം. ക്ഷമിക്കണം കേട്ടോ, സീനിയറാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് സാറും കൂടെ ഒന്ന് അനുഗ്രഹിച്ചാൽ
ഇതാണ് മാമൂന്റെ മസാല. വരട്ടെ, നമസ്കാരം. നന്നായി വരട്ടെ. ഇനിയും വെച്ചു നീട്ടണ്ട എന്ന് കരുതി മോളെ. മുഹൂർത്തം ബഹുകേമമാണെന്നാ ജോത്സന്റെ അഭിപ്രായം. ചേച്ചിയുടെ കല്യാണം അനിയത്തി അറിഞ്ഞില്ല എന്നുള്ള പരാതി വരരുതെന്ന് വിചാരിച്ചാ നിന്നെ കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ലേടി? അതെ, നല്ല ചുറ്റുപാടുള്ള പയ്യനാ. വെച്ച് താമസിപ്പിച്ചാൽ ഒരുപക്ഷെ വഴി പോയാലോ? കല്യാണക്കുറി അടുപ്പിക്കാൻ നീ ഒന്ന് എഴുതാ. കൃഷ്ണപ്പനോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നന്നായി. ശരീരം ഉരുട്ടി കാണിച്ച് നടക്കാനല്ലാതെ അക്ഷരത്തെറ്റൊന്നും കൂടാതെ എന്തെങ്കിലും എഴുതാൻ അവനെ അറിയാവോ? ആ, ലെറ്ററിന്റെ നല്ലൊരു മോഡൽ എന്റെ കയ്യിലുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. ആ, മൂത്തവൾ വഴി മാറിയാൽ ഇവൾ ദൂരമായി എന്നുള്ള സന്തോഷമായി ഇവക്ക്. ഇനിയിപ്പോ ഇവ കൂടി ഒരുത്തനെ കണ്ടുപിടിക്കണമല്ലോ. എന്നാ പിന്നെ രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് വിളിച്ചാലെന്താ? ലേഖയെന്ന് വിളിക്കാം. ഏത് ലേഖ? ലേഖേഷ് നമ്പ്യാർ, ഫസ്റ്റ് ബേസിക്ക് പഠിക്കുന്ന. ഇപ്പൊ വിളിക്കാം. ആരെ കാണാനാ? ഒരു കുട്ടിയെ കാണാൻ. അല്ല, എന്തിനാ? നിങ്ങളെന്തിനാ അറിയുന്നത്? വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ആ കുട്ടിയുടെ ആരാ? കസന. ഈ കസൻ എന്ന് വെച്ചാൽ എന്താടി? ആർക്കറിയാം? പറഞ്ഞിരുന്ന പോലെ കാണാൻ കഴിയാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതാണ് എന്റെ അച്ഛനും അമ്മയും. ഇത് എന്റെ കോളേജിലെ ലെക്ചറാണ്. അയ്യോ, ആളിനെ മനസ്സിലായില്ല, അതുകൊണ്ടാ. ഇവരുടെ വാദ്യാരാണെന്ന് ഞാനും അറിഞ്ഞില്ല. എന്താടി വേറെ എന്തോ അല്ലോടി പറഞ്ഞത്? അതായത് ഈ കോളേജിലെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നവരെ കസിൻ എന്താണ് വിളിക്കാറുള്ളത്? അല്ലേ? ഓ, ഈ മുൻഷി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അതെ അച്ഛാ. ഇവർക്ക് അങ്ങനെ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. തെറ്റിദ്ധരിക്കരുത്. സാർ ഇങ്ങോട്ട് വന്നത് പിന്നെ അതെ പിന്നെ 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 ഈ സമരവും മറ്റും കാരണം കോളേജിലെ ക്ലാസ് അങ്ങോട്ട് നീങ്ങുന്നില്ല. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇവർക്ക് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കാറുണ്ട്. അതും ഫ്രീ ആയിട്ട്. അതെ, ഫ്രീ ആയിട്ട്. പിന്നെ ഞാൻ നാളെ ഡൽഹിക്ക് പോകുന്നു. അതോടൊന്ന് അറിയിക്കാൻ ഇങ്ങോട്ട് വന്നത്. ഡൽഹിയിൽ ഒന്ന് രണ്ട് ബിസിനസ് കാര്യങ്ങളും ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അച്ഛനില്ലെങ്കിലും അങ്കിൾ വലിയ പണക്കാരനാ. ഗൾഫിലാ. അയ്യേ, അങ്ങനെയൊന്നുമില്ല. 3-4 എണ്ണ കമ്പനികളും 1-2 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഉള്ളൂ. അതിനുവേണ്ടി ചുമ്മാ. അങ്ങയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അങ്ങയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. അല്ലേക്കേ, ഞാൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴത്തേക്കും ആ നോട്ട്സുകളൊക്കെ റെഡിയാക്കി വെച്ചേക്കണം. ശരിക്കും പഠിക്കണം, ഉഴപ്പി നടക്കരുത്. സാറിനെ പോലുള്ളവരും ഇവളുടെ കോളേജിലുള്ളത് നടന്നതിൽ വളരെ സമാധാനമാണ്. പരിചയപ്പെട്ട നിലയ്ക്ക് പറയുക, ഇവളുടെ മേൽ ഒരു പ്രത്യേക കണ്ണു വേണം. അയ്യോ, അത് പിന്നെ അത് മുമ്പേ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വരട്ടെ. വരട്ടെ വരട്ടെ. അച്ഛാ, ഇതാ സാമ്പിൾ കാർഡ്. കൊള്ളാം, ഇത് മതി. എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ അങ്ങ് എഴുതുന്നാ മതി, ഇംഗ്ലീഷില്. നാട്ടുകാർക്ക് ചോറും കറികളും വെക്കാൻ അറിയാവുന്ന എനിക്ക് നാട്ടിൽ വെക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും കറി ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്ന് വെച്ചാൽ വലിയ കഷ്ടം എന്റെ ദേവയാനി. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് പിടിക്കൂല. ഇന്നത്തെ കൂട്ടാനൊക്കെ നന്നായിട്ടുണ്ടെന്നാ മോള് പറഞ്ഞത്. അതെ അതെ, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിന്റെ മോളല്ലേ 10 ഗുണം 10 ഗുണം. ആ, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയൂ. അതെനിക്കറിയാം, എന്റെ തലയിലെഴുത്ത്. അല്ലാണ്ട് എന്താ? എല്ലാം അന്വേഷിച്ചിട്ട് എന്നെ കെട്ടിയാൽ മതിയായിരുന്നല്ലോ എന്ന് എനിക്കിപ്പോ അത് തോന്നുന്നുണ്ട് കേട്ടാ. ദേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്റെ പുറകെ നടന്ന് ചത്തളയെന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിതിന് സമ്മതിച്ചത്. 4 സെന്റ് പുരയിടവും 10 പവനും തന്നിട്ടല്ലേ. എന്താച്ചാ? നിന്റെ അമ്മയുടെ കല്യാണം പോയി അപ്പുറത്ത്. ദേവയാനി, വെച്ചൊക്കെ നന്നായിട്ടുണ്ട്. നീ കുറച്ചും കഴിച്ചു. സാമ്പാറാ? ആ, ഒഴിച്ച രസം പോലെ ഇല്ലേ ഇരിക്കണേ. എന്താ നന്നായിണ്ട്. ഇത്തിരി തലയിൽ വെച്ചു നിന്റെ മോളുടെ. വന്നിട്ട് 4 ദിവസമായി. ഒരു ചായ കാറി. അത്ര ധൃതിയാണെങ്കിലേ പോയേച്ചു വാ. പൈസ തന്നിട്ട് കുടിക്കുന്നവർ കൊടുത്തിട്ടേ തരാൻ പറ്റൂ. ഇവൻ വലിയ തമാശക്കാരനാണെന്ന് തോന്നുന്നു.
എന്നാ പിടിച്ചോ മോനെ സ്ട്രോങ് ഇപ്പൊ തരാം. ആ ഇതെന്താണ് ഒരുമാതിരി മരത്തന്മാരുണ്ടാക്കുന്ന പുളിശ്ശേരി പോലെ ഉണ്ടല്ലോ. നല്ല ഉഗ്രൻ ചായ. അപ്പൊ ഈ രാജ്യത്ത് നന്നായി തിന്നാനും കുടിക്കാനും ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളും ഉണ്ട്. എന്താന്ന് കുട്ടി ചായക്കടയില് ചായക്കടയിൽ ചായ കുടിക്കാനല്ലാതെ പിന്നെ കുളിക്കാൻ വരുമോ? ഇത് നല്ല കൂത്ത്. ആദിത്യ പിള്ള ആശാന്റെ ഇവിടുത്തെ പുതിയ ജോലിക്കാരനല്ലേ? അതെ, സ്പെഷ്യൽ നോൺ കുക്ക്. എല്ലാം ഞാൻ അറിഞ്ഞു. അതെയോ? ബിരിയാണിയുടെ ആളാണല്ലേ? ഇടയ്ക്കൊക്കെ എന്നെയും വിളിക്കണേ. നോൺ വെക്കാൻ എനിക്കും അറിയാം. ഒരു സ്പെഷ്യൽ ചായ കൊടുക്കും മോനെ. പിന്നെ നമ്മള് രണ്ടാളും കാശിതാ, റെഡി കാശ്. എന്നാ അയ്യോ, ഞാൻ കൊടുക്കാം. അപ്പോളേ എന്താവശ്യം ഉണ്ടെങ്കിലും ശരി ധൈര്യമായിട്ട് ചോദിച്ചോളണം. ഇനി ഞാൻ പോട്ടെ. ആ നമുക്ക് പിന്നെ കാണാം. കാണണം. എന്നിട്ട് കള്ളി വിളിച്ച താവുന്നതിന് ഞാൻ തഴുതപ്പി. ഏതായാലും അവളുടെ തന്തപ്പടിക്കും തള്ളപ്പടിക്കും വിദ്യാഭ്യാസം ഇല്ലാത്തോട് നീ രക്ഷപ്പെട്ടു. കണ്ടോ എല്ലാം ഞാൻ അറിഞ്ഞു. മോനെ, ഈ പ്രായമുള്ളവരോട് ചോദിച്ചിട്ട് വേണ്ടേ ഒന്ന് പ്രേമിക്കാൻ. എവിടം വരെ ആയി? കുഴയ്ക്കുവോ അതോ കലക്കുവോ? നിങ്ങൾ രണ്ടുപേരത്തെ ഒരു കാര്യം പറയാനുണ്ട്. ദൈവത്തോർത്ത് ഈ കാര്യത്തിൽ ഇടപെട്ട് ചെലവാക്കരുത്. സുരേഷ്, ഞാൻ തമാശ പറഞ്ഞില്ലേ? വേണ്ട, അങ്ങനെ ഈ കാര്യം തമാശ പറയണ്ട. ഞാൻ നോക്ക്, ഈ നൊണ്ടി വാസു ഞാൻ തൊട്ട് പുറകെ പാറ പോലെ ഉണ്ട്. മരം പോലെ ഞാനും പഴം പോലെ ഞാനും. സീരിയസ് ആകാൻ സുരേഷേ, കാര്യം പറ. നിങ്ങൾ പറയുന്നത് പറ. അങ്ങനെ ഞാൻ ഹോസ്റ്റലിന് പുറത്തോട്ട് വന്നപ്പോ നിന്റെ തന്ത കാണിക്കരുത് കാണിക്കരുതൊന്നും. എന്താടാ കൂരേക്കരാതായില്ലേ? അച്ഛാ ഞാൻ പിന്നെ നിനക്കെന്താണ് പിള്ളേരുടെ കാര്യം? ഈ തൊഴിൽപരമായ കാര്യങ്ങളൊന്നും തൊഴിയാൻ പറ്റും. അവന്റെ തൊഴിൽപരം എന്താണ്? എന്റെ വീഡിയോ അത് എന്റെ സ്വന്തം. ആ വീട്ടിൽ പോ. വാ. സുരേട്ടൻ അന്ന് എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ലെക്ചറാണ് പോലും, സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടെന്ന് പോലും. അച്ഛനും അമ്മയും അതൊക്കെ വിശ്വസിച്ചിരിക്കുക. എനിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതേ ഇഷ്ടമല്ല. പിന്നെ അന്ന് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തോണ്ട് പറഞ്ഞു പോയതാ. കസിനെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലെക്ചറോ? ഏതായാലും അച്ഛനും അമ്മയ്ക്കും സുരേട്ടനെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹായ്, നല്ല സ്റ്റഫാ. വിമലിന്റേതാണോ? ഇതെന്റെ ഷർട്ടാ, മറ്റുള്ള ഷർട്ട് ഉപയോഗിക്കാറില്ല. ഈ സുരേട്ടന്റെ തമാശ. നാളെ കോളേജ് അടയ്ക്കുക. 10 ദിവസം എങ്ങനെ കാണാതിരിക്കും? അതാ എനിക്ക് പ്രയാസം. ആ, ചേച്ചിയുടെ കല്യാണത്തിനൊന്ന് കാണാമല്ലോ. 6 ദിവസമേ ഉള്ളൂ. ഞാൻ അതങ്ങ് മറന്നുപോയി. സാറിന് കത്ത് കൊടുത്തോന്ന് ഇന്നും അച്ഛൻ ഫോണിൽ വിളിച്ച് ചോദിച്ചു. പറഞ്ഞത് ശരിയാണല്ലോ, കല്യാണമാണല്ലേ. എന്നാലും എനിക്ക് ഒരു ദിവസം കാണാതില്ല. ലേഹേ, നമ്മുടെ കാർ ആരോ പരിശോധിക്കുന്നല്ലോ. നീ വിളിക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഹലോ, എന്താണ്? ഓട്ടോ ഉണ്ടോ? മനസ്സിലായില്ല. സ്വന്തം വണ്ടി തുറക്കാൻ ശ്രമിക്കുന്ന പോലാണല്ലോ താഴെ തുറക്കാൻ ശ്രമിച്ചത്. താൻ ആരാ? ഞാൻ ആരാണെന്നോ? എന്നെ വണ്ടി കയറൂ. തന്റെ വണ്ടിയോ? എനിക്കിത് എവിടെ കിട്ടി? അയ്യോ, അത് പിന്നെ ഞാൻ ഈ ട്രയൽ നോക്കാൻ ഒന്നുമില്ല. ഈ ട്രയൽ നോക്കാൻ വരുന്നവൻ ഇങ്ങനെ ചോദിച്ചത് കേട്ടില്ലേ? നന്നാക്കാൻ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിരുന്ന എന്റെ വണ്ടി എങ്ങനെ തന്റെ കയ്യിലായി? ഞാനിപ്പോ പോലീസ് അറിയിക്കും. അയ്യോ,
താൻ ഉത്തരം പറഞ്ഞില്ല. എന്റെ ഈ കാറ് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? നീ ഇത് മോഷ്ടിച്ചതല്ലേ? അയ്യോ, അച്ഛനാണ് സത്യം. ഞാൻ മോഷ്ടിച്ചതല്ല. അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇതുവഴി കടപ്പുറത്താണോ മരുന്ന് വാങ്ങുന്നത്? സത്യം പറ. സത്യം പറയാം സാർ. പിന്നെ അതെ, ഞാനും ജോസഫും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അപ്പൊ ജോസഫ് ഒരു ടെസ്റ്റും കൊണ്ട് വരുന്ന വഴിക്ക് വേറൊരു ടെസ്റ്റ് കിട്ടി. ആ ടെസ്റ്റും കൊണ്ട് ഞാൻ പോകുന്ന പറഞ്ഞപ്പോ വേണ്ട, ഈ ടെസ്റ്റ് കൊണ്ട് പോകാൻ പറഞ്ഞു. ഈ ടെസ്റ്റുമായിട്ട് ഞാൻ ഇങ്ങനെ ഈ കടപ്പുറത്തോട് ഇങ്ങനെ ആയി. ഞാൻ ജോസഫിനോട് ചോദിക്കട്ടെ, ആ താക്കോലും കിടക്ക. എന്നെ തെറ്റിദ്ധരിക്കരുത് സാർ. ജോസഫിനെ ഒന്ന് കാണട്ടെ. എന്താ സുരേട്ടാ, ആരത്? ഒന്നും പറയണ്ട, എന്റെ ഒരു അകന്ന ബന്ധുവാ. ഇയാളെ അമ്മാവ് എന്റെ ലോക്കൽ ഗാർഡിയനായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ ഉടനെ ഒരു പെണ്ണ് കാണാൻ ചെല്ലണം പോലും. ഞാൻ പറഞ്ഞു പറ്റില്ല, പിണങ്ങിയാ പോയേക്കുന്നത്. ഇവിടെ നിർത്തി താമസിപ്പിക്കണ്ടെന്ന് കരുതി കാറ് ഞാനങ്ങ് മടക്കി കൊടുത്തയച്ചു. ദേ നോക്ക്, എന്റെ ലേഖയല്ലാതെ ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമോ? ഹലോ, വല്ല ലോഡ്ജിലോ മറ്റോ പോരെ ആശാനെ? കണ്ടാൽ അറിഞ്ഞൂടെ ഇതൊരു ഒതുക്കേസ് തന്നെ. എന്താ ഒതുക്കണമെന്ന് തോന്നുന്നുണ്ടോ? ആ, എന്നാ ഒതുക്കിക്കളാൻ. എന്തൊരടിയായിരുന്നു, ഞാൻ പേടിച്ചു പോയി. ഇതൊക്കെ ചെറിയൊരു എക്സസൈസ്. എന്റെ അരി നീ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ശരി ബാപ്പോ. എന്റെ പിള്ളച്ച, ഈ വെജിറ്റേറിയൻ കുക്ക് എന്ന് പറയുന്നതേ ഒരു ചീള് കേസാ. അത് ഈ ഉപ്പും മുളും കലക്കാൻ അറിയാവുന്നവരൊക്കെ ഇപ്പൊ കുക്കാ. പക്ഷെ ഈ നോൺ ഇത്തിരി കട്ടിയാ. മസാല മാമുന്റെ ബിരിയാണിയുടെ രുചിയൊന്ന് വേറെ തന്നെയാ. ആരുടെ ബിരിയാണി? മസാല മാമുന്റെ. എന്റെ വാപ്പന്റെ കള്ള സുഖം അല്ലാന്ന് കണ്ട അവരവരൊക്കെ കയറി വട്ടപ്പേര് വിളിക്കേ. അത് ഞാൻ വിളിച്ചാലും ശരി, അടിച്ച് 3 ഷേപ്പ് ചെയ്യാൻ മാറ്റും. അപ്പൊ അതാണ് പ്രശ്നം.
എന്ത് വേണം? 4 പൂരി, ഒരു മസാല. ശരി. മോനെ ആ ദോശ ഒന്ന് വേഗം കൊണ്ടെടുത്തോ. ഇരുന്നിരുന്ന് കാല് വേദനിച്ചു തുടങ്ങി. ഇനി ഇരുന്നാൽ ചിലപ്പോ കാല് നൊണ്ടിയാവും. അപ്പൊ ആളുകൾ കയറി നൊണ്ടി മാമൂന്ന് വിളിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ ഇത്തിരി അഭിമാനമുള്ളതുകൊണ്ട് തൂങ്ങിച്ചാൻ പറ്റുമോ പിള്ളാച്ച? പറ്റുമോ? മസാലേ? നൊണ്ടി, ഒത്തിരി മസാല, മുറല, സ്പെഷ്യൽ മസാല, എഴുത്തടി, മുട്ടൻ മസാല, ബിരിയാണി, നൊണ്ടി, മസാല, മുറന്നൻ, ചിക്കൻ മസാല, എഴുത്തടി. ബിരിയാണി. അന്നെ ഞാൻ കാണിച്ചതാ. നമുക്ക് അന്നെ എടാ പന്നി ബിരിയാണി. എന്തൊക്കെ സാമ്പാറല്ലേ താര്. പോടാ പുല്ലേ. എന്റെ തണ്ട കൂടെ വായി. മാമുക്ക, അല്ല നമ്മൾ തമ്മിൽ എന്തിനാ അടിക്കണേ? ആശാന്മാര് തമ്മിലല്ലേ എതിര്. അവർ തമ്മിൽ അടിച്ചോട്ടെ. നോൺ ആയാലും വെജിറ്റേറിയൻ ആയാലും നമ്മൾ തമ്മിൽ ഹെൽപ്പേഴ്സ് ഓൺലിയാ. അത് താൻ പറയണോ ഞാൻ പറയണോ എന്ന് ആലോചിക്കുമായിരുന്നു. പാസ്വേ മാമുക്ക, കൊടുവായികൾ. ദേ, 2 സ്പെഷ്യൽ ചായ. അതിന്റെ ഡെഡിക്കേഷൻ ഞാൻ തരാം കേട്ടോ. എന്നാ വരട്ടോ, കാണാം. കുറുപ്പാശാൻ ഒരു കത്തുണ്ടായിരുന്നു. എവിടെ? കൂട്ടുകാരൻ തന്നെ നേരിട്ട് തന്നോളാന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. കൂട്ടുകാരനോ? ആ, നമ്മുടെ ആദിത്യപിള്ള. ഓഹോ, എന്നിട്ട് അവൻ എവിടെ? ദേ ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ട് ഗോവർണക്കുറിപ്പ് ഈ കത്ത് കിട്ടിയതും എത്രയും വേഗം വന്നില്ലെങ്കിൽ ഞാൻ വേറെ പാചകക്കാരനെ പാചകക്കാരനെ ഉറപ്പിക്കുന്നതാണ് എന്ന് നാരായണൻ നായർ ഒപ്പ്. ഒപ്പുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ചൊറി കുത്തി പണ്ടാറങ്ങിയിരിക്കുക. എന്നിട്ട് അവന്റെ ഒപ്പ്. പിള്ളാച്ച ദോശ വല്ലവർക്കും വന്ന കത്ത് പൊട്ടിച്ച് വായിക്കുന്നതാണ് ആണത്തം. കത്ത് പൊട്ടിച്ചു വയ്ക്കേ. ആരുടെ കത്ത്? ഈ കിടക്കുന്ന കത്ത് വരുന്നതിന് തന്തയ്ക്ക് വന്നതാടാ. ദേ എന്റെ തന്തയ്ക്ക് പറഞ്ഞാണ്ടല്ലോ. എന്ത് ചെയ്യും? പറഞ്ഞു എന്ത് ചെയ്യും? നിന്റെ അച്ഛനപ്പുമായ തറവാടിന്റെ പാരമ്പര്യം തലയ്ക്ക് പറഞ്ഞാൽ തന്തയ്ക്ക് പറയാനും. നിനക്ക് ഞാൻ ശരി അവിടെ ഇരിക്കട്ടെ. ഒരു സാധനം അവിടെ എന്താച്ചാ? എന്ത് പറ്റി? എന്ത് പറ്റിയാച്ചാ? കയ്യെ കുറെ ചെളി പറ്റി. ഓരോരുത്തർ അന്വേഷിച്ച് വരുന്നത്. നല്ല നീരുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്ത് പറ്റിയാച്ചാ? അതേ, ഒരു പേപ്പട്ടി കടിക്കാൻ വന്നപ്പം ഞാനൊന്ന് കൊടുത്തതാ. അച്ഛനത്തിന് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നത് വീട്ടിൽ ഇരുന്നാ പോരെ? അയ്യ, അച്ഛൻ ഈച്ചയാട്ടി വീട്ടിൽ ഇരുന്ന എന്റെ മോൻ എങ്ങനെ 5 നേരം ഞെണ്ണുന്നത്? നാളത്തെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു പ്രയാസം. എന്താച്ചാ? ഒരു ഓർഡറുണ്ട്, വലിയ സദ്യയാ. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടെയാ. ഞാൻ ഓടി കിടന്നാലേ നേരാൻ വണ്ണം കാര്യങ്ങൾ നടക്കൂ. ഒരു കാര്യം ചെയ്യ, നീയും കൂടെ വാ, എനിക്കൊരു സഹായമാവട്ടെ. അച്ഛാ, ഞാനെങ്ങനെയാ? എനിക്കാകുമായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഡിഗ്രിക്കാരൻ മോനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഇടാ, എത്ര കേമനായാലും ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് അച്ഛനോടുള്ള കടമ ചെയ്യേണ്ടത്. അല്ല, മനസ്സോട്ടെ മതി. അച്ഛൻ പോയി കിടക്കണം. നീ വരുമോ? ഇല്ലെങ്കിൽ ഇപ്പൊ അറിയണം, എനിക്ക് വേറെ ആളെ അന്വേഷിക്കണം. ഞാൻ വരാച്ചാ. വാസുണ്ണ, വാസുണ്ണ, ഉറക്കം വരുന്ന ഞാൻ ഉറങ്ങിക്കോട്ടെ. ചതിക്കല്ലേ, ഉറക്കം നടക്കും. കുഞ്ഞുള്ളത് കൊണ്ടല്ലേ ഞങ്ങളെല്ലാം ഉഷാറായിരിക്കുന്നേ. എടി അടി അമ്മേ, ഞങ്ങളൊന്നും പോരടി ഉഷാറ്. പാട്ട് പാടുന്നെങ്കിൽ നല്ലോണം ഉറച്ചൊന്ന് പാട്, ഞങ്ങളൂടെ കേക്കട്ടെ. പാട് സുരേഷ്. നിർബന്ധിക്ക്.
പാട് കുഞ്ഞി. ഒരു പാട് പാട്. നിർബന്ധിക്കേ അമ്മനെ കൊണ്ട് നിർബന്ധിക്കേ പാട് കുഞ്ഞി. എന്നാ തട്ടിക്കോ. പരിപ്പും നെയ്യും പപ്പടവും അവിയലും തോരനും പച്ചടിയും ഓർമ്മിച്ചാലുടൻ നാവിൽ വെള്ളം വരും. പുഴുക്കും തീയലും കിച്ചടിയും തൈരിൽ ചാലിച്ച ചട്ടിനിയും ചേർന്നാൽ സംഗതി പിന്നെ കെങ്കേമം. മത്തൻ വഴുതന വെണ്ടയ്ക്ക അരി 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 നുറുനുറെ അമരയ്ക്ക വടക്കൻ നാടൻ മുരിങ്ങയ്ക്ക അരി 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 പടപട പടവലങ്ങ. പരിപ്പും നെയ്യും പപ്പടവും അവിയലും തോരനും പച്ചടിയും ഓർമ്മിച്ചാലുടൻ നാവിൽ വെള്ളം വരും. കായം മണക്കും സാമ്പാറ് കാളൻ നോലൻ അച്ചാറ് എരിശ്ശേരി പുളിശ്ശേരി രസം മോര് എല്ലാം ചേർന്നാൽ ബഹുജോറ്. ഉപ്പേരി ഇഞ്ചിക്കറി കിളിച്ചുണ്ടൻ മാങ്ങാക്കറി ഉപ്പേരി ഇഞ്ചിക്കറി കിളിച്ചുണ്ടൻ മാങ്ങാക്കറി ഓരോരോ ഉരുളയ്ക്കും ഓരോരോ കൂട്ടോടെ. പരിപ്പും നെയ്യും പപ്പടവും അവിയലും തോരനും പച്ചടിയും ഓർമ്മിച്ചാലുടൻ നാവിൽ വെള്ളം വരും. കല്യാണ പെണ്ണിൻ അമ്മാവികമയിൽ ഉണ്ണുവാനിരിക്കുമ്പോൾ ആ കണ്ണുകൾ തെളിയേണം. കുറ്റങ്ങൾ തിരയും നാത്തൂന്മാരുടെ നാവുകൾ അടങ്ങേണം. ആ ഉള്ളങ്ങൾ കുളിക്കേണം. അമ്മാവിപ്പോരില്ലാതാക്കും നമ്മുടെ അടപ്രഥമൻ. നാത്തൂൻ പോരിൻ ശക്തി കുറയ്ക്കും നല്ല പഴപ്രഥമൻ. പല പല കള്ളം ചൊല്ലി നടത്തും കാര്യമതല്ലോ കല്യാണം. പല പല വിഭവം സമ്മേളിക്കും സദ്യയിലല്ലോ മംഗളം. പരിപ്പും നെയ്യും പപ്പടവും അവിയലും തോരനും പച്ചടിയും ഓർമ്മിച്ചാലുടൻ നാവിൽ വെള്ളം വരും. ആ പുഴുക്കും തീയലും കിച്ചടിയും തൈരിൽ ചാലിച്ച ചട്ടിനിയും ചേർന്നാൽ സംഗതി പിന്നെ കെങ്കേമം. മത്തൻ വഴുതന വെണ്ടയ്ക്ക അരി 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 നുറുനുറെ അമരയ്ക്ക വടക്കൻ നാടൻ മുരിങ്ങയ്ക്ക അരി 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 പട പട പടവലങ്ങ. മോളെ ഞാൻ ചെന്നാ കുറുപ്പിനെ ഒന്ന് കണ്ടിട്ട് വരാം. നീ വരുന്നോ? ഞാനും വരുന്നു. എന്നാ വാ. ഗോപി, കുറുപ്പ് എവിടെ? ആ അടുക്കള ഭാഗത്തുണ്ട്. അമ്മേ, ആ
തേങ്ങ പായസത്തിനുള്ളതാണ്, പൊടി പൊടിയായിട്ട് ചെലവണം. ഇത്ര മതിയോ ആശാനെ? മതി മതി, നോക്കോ. ഇതാരും നമ്പേടന്തയോ? ഓ, വെറുതെ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാ. എങ്ങനെയുണ്ട് കുറുപ്പേ? ഇങ്ങനെ പോണു. മണം കേട്ടാൽ അറിയാൻ ഗുണം. അതാണ്. കൊള്ളാം കുറുപ്പേ, സദ്യ അസ്സലാവും. ഇത് ഇളയ മോള ഉറങ്ങാതെ എന്റെ കൂടെ നടക്കുക, ചേച്ചിയുടെ കല്യാണം പൊടിക്കാൻ. അപ്പോ എനിക്ക് ഒരരിവെപ്പ് ഉറപ്പായി. ഏതായാലും ഇവരുടെ കല്യാണത്തിന് കുറുപ്പിനെ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു. അട്ടെ, കൈക്കെങ്ങനുണ്ട്? നല്ല സ്വാധീനമായില്ല, അതുകൊണ്ട് മേൽനോട്ടമൊക്കെ മകനെ ഏൽപ്പിച്ചിരിക്കുക. ആഹാ, ഓ, അവനെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ഇപ്പൊ വിളിക്കാം. ഡാ ഡാ സുരേഷേ, സുരേഷേ, നീ എവിടെ പോയി കിടക്ക? അയ്യോ, നിനക്കെന്താണ് ചെവി കെട്ടൂടെ? എത്ര നേരം വിളിക്കുക? ആ നമ്പർ തന്നെ അന്വേഷിക്കുന്നു. നമ്പ്യാരോ? എന്നെ എന്തിനാ അന്വേഷിക്കണേ? എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ അപ്പ കുറവ് തന്നോണം. എടാ, അങ്ങനെ വലിയ ആളാ, സ്വാധീനമുള്ളവനാ, ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതല്ലേ? വാ. ഇന്നത്തേക്ക് 3 ഓർഡർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കേസായിരുന്നു, മറ്റേ 2 അങ്ങ് വിട്ട്. പോവാച്ചാ. മോള് പോയി വണ്ടി ഇരിക്കെ, അച്ഛന് പോരാ. ഇതാ സാർ പപ്പടം. അവിടെ വെച്ച് ഇങ്ങോട്ട് കയറി വാങ്ങിയേ. വാ. ഇതാണ് അടപ്രഥമനും കാവലുമാണ് ഇവന്റെ സ്പെഷ്യൽ. ഇതിനു മുമ്പ് നമ്മൾ എവിടെയോ കണ്ടു കാണും. വല്ല കല്യാണത്തിനോ അടിയന്തരത്തിനോ. അതല്ല, നമ്മൾ എവിടെയോ. പിന്നെ നിന്റെ മുഖത്തെന്താടാ മുഴുവൻ കരി? അത് അച്ഛൻ അടുപ്പിച്ച് കൂടുതൽ കത്തുന്നു. എല്ലാ കാര്യത്തിനും നല്ല നോട്ടമാണ്. നല്ല പയ്യൻ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, വരട്ടെ. ഹായ് സുരേട്ടാ. ഹായ്. ഞങ്ങള് കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ തുടങ്ങായിരുന്നു. വരൂ സുരേട്ടാ. മേഘയുടെ അച്ഛൻ കല്യാണ മണ്ഡപത്തിലാണ്. വരൂ. വല്ലവരും വല്ലതും ഒക്കെ പറഞ്ഞെന്ന് കരുതി ബഹളം ഉണ്ടാക്കാതെ ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, നമുക്ക് അന്വേഷിക്കാം. അന്വേഷിക്കാമെന്നോ? അതിന്റെ ആവശ്യമില്ല. എനിക്ക് ബോധ്യമെന്ന കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ മോൻ തന്നെ ഇതിന്റെ കാരണക്കാരൻ. അമ്മാവ കുമ്മാവ എന്നൊക്കെ വിളിച്ച് കുറുക്കം കോഴിക്കുട്ടി കിടന്ന് കറങ്ങണ പോലെ എന്റെ വീട്ടിൽ കിടന്ന് കറങ്ങിയപ്പോ എന്റെ നെഞ്ച് പിടച്ചതാണ്. നമ്പ്യാരുടെ ഇദ്ദേഹത്തിന്റെ മോൻ എനിക്ക് ശരിക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സാവകാശം. പോരാ, എന്റെ മകളാണ് എനിക്ക് വലുത്. അവൾക്ക് വേണ്ടിയാ ഞാൻ ഈ പാടുപെടുന്നതൊക്കെ. എന്നാ കിടന്ന് വിളിച്ചു കൂവ്, ഗർഭം താനെ പോവും. നമ്പ്യാരാധ്യം എന്റെ ചങ്കിന് കുത്തിയിട്ട് അത് നിസ്സാരാക്കി തള്ളിക്കളയാൻ നോക്കണ്ട. മനസ്സിലായില്ല? നാളത്തെ കല്യാണ പന്തലിൽ വെച്ച് കൃഷ്ണപ്പൻ എന്റെ മോളെ താലി ഇടണം. അല്ലാതെ എനിക്ക് നിങ്ങൾ വിശ്വാസമില്ല. എട്ടും പൊട്ടും தெரியாത്ത എന്റെ മോന് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? അവനാണെങ്കിൽ ആ തലയുമായിട്ട് ചുമ്മാ നടക്കുക. ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയരാ. മുഖത്ത് നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പില്ല. എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്റെ മോളെ നിങ്ങളുടെ മകൻ ഏൽക്കോ? എന്റെ പൊന്നു പിള്ളയെ, നിങ്ങൾക്ക് മര്യാദയേ ഇല്ല. നിങ്ങളല്ലേ ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഒരു അരിവെപ്പുകാരന്റെ മോന് ആഗ്രഹിക്കാനുള്ളതല്ല നമ്പ്യാരുടെ മോളെന്ന്? പിന്നെങ്ങനെ ഒരു അരിവെപ്പുകാരന്റെ മോക്ക് നമ്പ്യാരുടെ മോനെ ആഗ്രഹിക്കുന്നത്? മറ്റെല്ലാം മറന്ന് നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തവനാ ഞാൻ. തൊഴിലിൽ എതിരാളിയാണെങ്കിലും മനസ്സുകൊണ്ട് പോലും ദ്രോഹിച്ചിട്ടില്ലാത്ത ആ കുറുപ്പിനെതിരെ ഞാൻ നിങ്ങൾക്ക് കൂട്ടുനിന്നു. ഞാൻ കാലിൽ വീണ് അപേക്ഷിക്കാണ്. എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. ആദിത്യമുള്ള വിവരമുള്ളവനല്ലേ? ആദ്യ കല്യാണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം.
അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് രണ്ടിലൊന്ന് ഇപ്പൊ അറിയണം. പോടാ തെണ്ടി. എന്താ? അയ്യോ വിളച്ച എന്ത് പറ്റി? എന്താ കാര്യം? വാടാ, വാ. ആ തടിയും ചെറുക്കൻ ആള് ചില്ലറക്കാരനല്ലല്ലോ. സൂര്യ ഇല്ലാതെ നൂല് ഓർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ രണ്ടു ഭാഗത്തും ഏ ഒന്ന് നിർത്താൻ. എന്താ? ആ നമ്പ്യാരുടെ അപ്പന്റെ പുലകുളി അടിയന്തത്തിന് അയാള് തന്നെ പോയി സദ്യ ഒരുക്കിക്കോട്ടെ. അതിന് ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത്? അപ്പൻ നിങ്ങൾ കാര്യം പറഞ്ഞില്ലേ? പുള്ളേത്തൻ ഇട്ടു പോയി. ഞങ്ങള് പോവാ, നിങ്ങൾ വരുന്നോ? കുട്ടാ, എന്തോ ദേഷ്യപ്പെടരുത്. ഞങ്ങൾ പൊതു സർവീസ് അല്ലേ. ആ. ഇനി വെക്കാൻ വരുന്നവർക്ക് ഇടിക്കാനും പൊടിക്കാനും ഞങ്ങളല്ലേ ഉള്ളൂ. ഏ? നന്ദിയില്ലാത്ത വർഗം. ഇയാടെ ഒരു നന്ദി. താൻ പോടോ പണി നോക്കി. ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കാമോ? നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പേടിയാവും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട്. ഞാൻ പോയിക്കോ. ആ പിന്നൊരു കാര്യം, ഊരാനോ മറ്റോ ശ്രമിച്ചാലുണ്ടല്ലോ, ആഴ്ച ഡ്രൈ ക്ലീനോട്ട് കളി. ഇല്ല, ഞാൻ ആ, നിങ്ങളുടെ പോയിക്കോ. കൂടെ തന്നെ ഉണ്ടാവും. ആ. ഇതിനൊക്കെ കാരണക്കാരനാ ആദിത്യ പിള്ളയാ. ദൈവം അവനെ വെറുതെ വിടൂല. ദൈവത്തിന് വിട്ടു കൊടുക്കുന്നതിന് മുമ്പ് അവനെ ശരിക്ക് നമ്മക്ക് രണ്ട് പൂശി പൂശണം. ആ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും കാണുന്നില്ലല്ലോ എന്റെ ഭഗവതി. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. അച്ഛനെ ദാ അങ്ങോട്ട് നോക്ക്. ഞാൻ കേട്ടോ. കുറുപ്പേട്ട, എന്നോട് ക്ഷമിക്കണം. ഞാൻ തല മറന്ന് എണ്ണ തേച്ചു. നമ്മൾ പാവങ്ങൾ എന്നും പാവങ്ങൾ തന്നെയല്ലേ. എത്രയായാലും നമ്മളൊരു തൊഴിലുകാരല്ലേ. അത് ഞാൻ മറന്നുപോയി. എന്നോട് ക്ഷമിക്കണം. ആദിത്യ പിള്ളേ, ചേട്ടനെയും മോനെയും ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. വല്ലവരും വല്ലതും ഒക്കെ പറഞ്ഞെന്ന് കരുതി ബഹളം ഉണ്ടാക്കാതെ ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, നമുക്ക് അന്വേഷിക്കാം. അന്വേഷിക്കാമെന്നോ? അതിന്റെ ആവശ്യമില്ല. എനിക്ക് ബോധ്യമെന്ന കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ മോൻ തന്നെ ഇതിന്റെ കാരണക്കാരൻ. അമ്മാവ കുമ്മാവ എന്നൊക്കെ വിളിച്ച് കുറുക്കം കോഴിക്കുട്ടി കിടന്ന് കറങ്ങണ പോലെ എന്റെ വീട്ടിൽ കിടന്ന് കറങ്ങിയപ്പോ എന്റെ നെഞ്ച് പിടച്ചതാണ്. നമ്പ്യാരദ്ദേഹം ഇദ്ദേഹത്തിന്റെ മോൻ എനിക്ക് ശരിക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സാവകാശം. പോരാ, എന്റെ മകളാണ് എനിക്ക് വലുത്. അവൾക്ക് വേണ്ടിയാ ഞാൻ ഈ പാടുപെടുന്നതൊക്കെ. എല്ലാം കിടന്ന് വിളിച്ചു കൂവ്, ഗർഭം താനെ പോവും. നമ്പ്യാരദ്ദേഹം എന്റെ ചങ്കിന് കുത്തിയിട്ട് അത് നിസ്സാരാക്കി തള്ളിക്കളയാൻ നോക്കണ്ട. മനസ്സിലായില്ല? നാളത്തെ കല്യാണ പന്തലിൽ വെച്ച് കൃഷ്ണപ്പൻ എന്റെ മോളെ താലി ഇടണം. അല്ലാതെ എനിക്ക് നിങ്ങൾ വിശ്വാസമില്ല. എട്ടും പൊട്ടും தெரியாത്ത എന്റെ മോൻ ഒരു കൊച്ചിനെ ഉണ്ടാക്കിയെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? അവനാണെങ്കിൽ ആ തലയുമായിട്ട് ചുമ്മാ നടക്കുക. ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയരാ. മുഖത്ത് നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പില്ല. എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്റെ മോളെ നിങ്ങളുടെ മകൻ ഏൽക്കോ? എന്റെ പൊന്നു പിള്ളേ, നിങ്ങൾക്ക് മര്യാദയേ ഇല്ല. നിങ്ങളല്ലേ ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഒരു അരിവെപ്പുകാരന്റെ മോന് ആഗ്രഹിക്കാനുള്ളതല്ല നമ്പ്യാരുടെ മോളെന്ന്? പിന്നെങ്ങനെ ഒരു അരിവെപ്പുകാരന്റെ മോക്ക് നമ്പ്യാരുടെ മോനെ ആഗ്രഹിക്കുന്നത്? മറ്റെല്ലാം മറന്ന് നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തവനാ ഞാൻ. തൊഴിലിൽ എതിരാളിയാണെങ്കിലും മനസ്സുകൊണ്ട് പോലും ദ്രോഹിച്ചിട്ടില്ലാത്ത ആ കുറുപ്പിനെതിരെ ഞാൻ നിങ്ങൾക്ക് കൂട്ടുനിന്നു. ഞാൻ കാലിൽ വീണ് അപേക്ഷിക്കാണ്. എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. ആദിത്യമുള്ള വിവരമുള്ളവനല്ലേ? ആദ്യം കല്യാണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് രണ്ടിലൊന്ന് ഇപ്പൊ അറിയണം. പോടാ തെണ്ടി. അയ്യോ വിളിച്ച എന്ത് പറ്റി? എന്താ കാര്യം? വാ. ആ തടിയും ചെറുക്കൻ ആള് ചില്ലറക്കാരനല്ലല്ലോ. സൂര്യ ഇല്ലാതെ നൂല് ഓർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ രണ്ടു ഭാഗത്തും ഏ ഒന്ന് നിർത്താൻ. എന്താ? ആ നമ്പ്യാരുടെ അപ്പന്റെ പുലകുളി അടിയന്തത്തിന് അയാള് തന്നെ പോയി സദ്യ ഒരുക്കിക്കോട്ടെ. അതിന് ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത്? അപ്പൻ നിങ്ങൾ കാര്യം പറഞ്ഞില്ലേ?
പുള്ളേച്ചൻ ഇട്ടു പോയി. ഞങ്ങള് പോവാ, നിങ്ങൾ വരുന്നോ? കുട്ടാ, എന്തോ ഞാൻ ദേഷ്യപ്പെടരുത്. ഞങ്ങൾ പൊതു സർവീസ് അല്ലേ. ആ. ഇനി വെക്കാൻ വരുന്നവർക്ക് ഹിടിക്കാനും പൊടിക്കാനും ഞങ്ങളല്ലേ ഉള്ളൂ. ഏ? നന്ദിയില്ലാത്ത വർഗം. ആ, ഇയാടെ ഒരു നന്ദി. താൻ പോടോ പണി നോക്കി. ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കാമോ? നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പേടിയാവും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട്. ഞാൻ പൊയ്ക്കോ. പിന്നൊരു കാര്യം, ഊടാനാൻ മറ്റേ ശ്രമിച്ചാലുണ്ടല്ലോ, ആടിച്ചു ഡ്രൈ ക്ലീൻ കളി. ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇതിനൊക്കെ കാരണക്കാരനാ ആദിത്യപിള്ളയാ. ദൈവം അവനെ വെറുതെ വിടൂല. ദൈവത്തിന് വിട്ടു കൊടുക്കുന്നതിന് മുമ്പ് അവനെ ശരിക്ക് നമ്മക്ക് 2 പൂശി പൂശണം. ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും കാണുന്നില്ലല്ലോ എന്റെ ഭഗവതി. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. അച്ഛനെ അങ്ങോട്ട് നോക്ക്. ഞാൻ ചോദിച്ചോ? കുറുപ്പേട്ട, എന്നോട് ക്ഷമിക്കണം. ഞാൻ തലമറന്ന് എണ്ണ തേച്ചു. നമ്മൾ പാവങ്ങൾ എന്നും പാവങ്ങൾ തന്നെയല്ലേ. എത്രയായാലും നമ്മളൊരു തൊഴിലുകാരല്ലേ. അത് ഞാൻ മറന്നുപോയി. എന്നോട് ക്ഷമിക്കണം. ആദിത്യപിള്ളേ, ചേട്ടനെയും മോനെയും ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. ഇനി നമുക്ക് നമ്മൾ മതി. എന്താ ആദിത്യപിള്ള ഇത്? ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എന്നോട് ക്ഷമിക്കണം. എന്ത് പറ്റിയതെനിക്ക് പറ. പറയാം, എല്ലാം പറയാം. അപ്പോ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഇനി എന്താ വേണ്ടതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആലോചിക്കാനൊന്നുമില്ല. നാളത്തെ കല്യാണം മുടക്കണം. എന്നിട്ട് സുരേഷ് ലേഖയുടെയും കൃഷ്ണപ്പൻ ഉഷയുടെയും കഴുത്ത് താലി കെട്ടണം. അത്ര തന്നെ. നേരം വിളിക്കാറായി. എന്തെങ്കിലും ഉടനെ തീരുമാനിക്കണം. അതാ ഇന്ന് 2 കൊടുക്കണം. പിന്നെ ഞാൻ മാപ്പ് പറയാൻ വന്നതാണ്. പോക്കിത്തരം കാണിച്ചിട്ട് മാപ്പി വയ്ക്കുന്നുണ്ടാ? അമ്മ, ഉഷയെ കെട്ടാൻ ഞാൻ തയ്യാറാണ്. നിന്നെ വിശ്വസിക്കാവോ? അതോ നീ തന്റെ പോലെ കാല് മാറുമോ? ഇല്ല, ഉഷയെ കെട്ടാൻ ഞാൻ എന്തും ചെയ്യാം. സത്യം, സത്യം, സത്യം. പണിയുണ്ട്. വാ, വരട്ടെ. താൻ ഇങ്ങോട്ട് വാടൂ എന്ന് വെച്ചാ? ഞാൻ പറഞ്ഞുതരാം. എല്ലാരും ഉഷാറായിട്ട് നിന്നോണം. പണിയുണ്ട്. മുഹൂർത്തത്തിന് സമയമായി. നിന്റെ കൂട്ടുകാരെല്ലാം അവിടെ കാത്തിരിക്കുക. എനിക്ക് വാ മോളെ, വാ. വരൂ. ലേഖിക്കെന്താ എന്നൊരു മൗനം പോലെ?
നീ ചോദിക്കും. ലേഖ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നീ കൂടി ഇന്നത്തെ രാത്രി കൂടെ കഴിയുമ്പോ ഇവിടെ വിഷമമൊക്കെ പമ്പ കിടക്കും. ആട്ടെ, മധുരൻ എങ്ങോട്ടാ പോണത്? ഊട്ടിയിലോ അതോ കാശ്മീരിലോ? ഓ, അവിടെയൊക്കെ ഇപ്പൊ ഭയങ്കര തണുപ്പായിരിക്കും. നീ പോടി അവിടുന്ന്. എനിക്കൊരു ചുക്കും അറിയില്ല. മധുവിന്റെ കാലത്ത് വല്ലവർക്കും തണുക്കുവോ? സമയം എത്രയായിട്ടും അവരെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതാ വരുന്നു. അതാ 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 വരില്ല, അതാ വരില്ല. എന്താ 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 പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്താ കാര്യം? കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണം നടക്കത്തില്ല, അത്ര തന്നെ. നീ വാ പറയട്ടെ. ഇവിടെ ഉണ്ടായിരുന്നു. ആയിരം മുഹൂർത്ത സമയമല്ലേ ഏട്ടാ, അവരെ കാണുന്നില്ലല്ലോ. ഈ വണ്ടിക്ക് വല്ല താരാളം സംഭവിച്ചിരിക്കുമെന്നാണ് എന്റെ സംശയം. ആ കൃഷപ്പൻ എവിടെ? വരൂ വരൂ. എന്നെ തിരക്കിയാ അവരെ കാണുന്നില്ലല്ലോ. ഇനി ആ കാറിൽ കൊണ്ടുപോയി അവരെ ഒന്ന് അന്വേഷിച്ചു. സമയം ആവുന്നല്ലേ ഉള്ളു അച്ഛാ. അവരിപ്പോ ഇങ്ങനെ എത്തും അച്ഛാ. നമ്പ്യാർ ഒന്നിങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരണം. എന്താ എന്താ കേശുള്ളേ? താനൊരു മാന്യനാണെന്ന് വിചാരിച്ച തന്റെ വീട്ടിൽ നിന്ന് സമ്മതം ആലോചിക്കുന്നത്. കേശുള്ളേ, തന്റെ മുഖത്ത് നോക്കി 10 വാക്ക് പറയാൻ വേണ്ടി മാത്രമാ കാര്യം അറിഞ്ഞിട്ട് ഞാൻ ഇവിടം വരെ വന്നത്. നാട് നിങ്ങളെ ക്ഷണിച്ച് കല്യാണം നടത്താൻ പോകുന്നു മാന്യനായി. മറ്റൊരുത്തന്റെ കൂടെ ആടിയും പാടിയും നടന്ന ഒരു പെണ്ണിനെ എന്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി അല്ലേ? ഇത് കണ്ടോ? എത്ര പേരെ വിലക്കെടുത്തിച്ചു പെണ്ണിനെ വേറെ വല്ലവരെ കൂടെ കെട്ടിക്കാൻ നോക്ക്. ചെറ്റകള്. കേശുള്ളേ, കേശുള്ളേ. വരന്റെ പാർട്ടിക്കാരെല്ലാം പിണങ്ങിപ്പോയി. സുരേഷിന്റെ വിവരമെല്ലാം അവരറിഞ്ഞെന്നാ തോന്നുന്നു. ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഇറങ്ങ്. ഇവിടെ നിർത്തടോ. ഇറങ്ങി ഇറങ്ങി വേഗം ഇറങ്ങി. എവിടെ? ഉൾപ്പേടെ മാല മേടിക്കാൻ പോയിരിക്കാന്ന്. നീ നടന്നേ, വേ നടക്ക്, വേ നടക്ക്. ഈ സുഭദ്രെ ഇന്ന് വന്നേ. എന്താ എന്താ കാര്യം? വേറെപ്പാടുകളെ നിൽക്കട്ടെ ഇവിടെ കാര്യം. നിക്ക് കാര്യമില്ലാണ്ട് ഞങ്ങൾ ഇവിടെ വരുമോ നമ്പ്യാരെ? നാളെ കിട്ട പരീക്ഷ എന്തിനാ വെറുതെ കിടന്ന് ബഹളം വെക്കണേ? പ്രശ്നം കൂടില്ലേ? തെണ്ടി നീ എല്ലാം കൂടി ഒപ്പിച്ച പണിയായിരുന്നല്ല അല്ലേ? അതെ, ഞങ്ങൾ ഒപ്പിച്ച പണി തന്നെയാ. ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ചേട്ടന് മനസ്സിലായില്ലോ. കിടക്കണേ പുറത്ത്. വരി വെച്ചാ ഒരു കാര്യം പറയാനുള്ള അവൻ എന്തെങ്കിലും പറയാനുണ്ടാവും. പെങ്ങളെ ചേട്ടനെ പിടിച്ച പ്രശ്നമുള്ളതല്ലേ? പ്രശ്നമില്ലാത്തവർക്കാണ് പോയി. പോട്ടെ പോട്ടെ, കാര്യങ്ങളൊക്കെ ഭംഗിയാവട്ടെ. വരിയേട്ടാ. എന്താണ് മോനെ? അറിയാട്ടാ, അകത്തോട്ട് കേറിയേട്ടെ. എന്താ കേറ്. മോനെ വാതിൽ തുറക്കും മോനെ. എടാ മക്കളെ, ബിഷപ്പാ മോനെ, എടാ വാതിൽ തുറക്കാൻ.
നീ അപ്പുറത്തുനിന്ന് നീ അവിടെ നിൽക്ക്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെരുപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങൊക്കെ അമ്മാവിന്റെ ഇഷ്ടം പോലെ. നീ ഇവിടെ നിങ്ങൾ കാമ്പോജി രാഗം അങ്ങോട്ട് വായിച്ചേ, ഞാൻ നോക്കട്ടെ. പോയി നോക്കിയോ? എവിടേക്കാ അതിന്റെ മുകളിലേക്കാണ് ചവിട്ടി വിളിക്കാനാ? മോളെ നീ അപ്പുറത്ത് എന്റെ മോളെ ഇവിടെ അതിനിപ്പം തന്നെ ഇവിടെ കുഴിച്ചിട്ടാണുള്ളത്. വന്നേ ഇയാളെ കാണിക്കണ ഈ പുണ്യാകം കളിക്കും. ഞാൻ ഇതെന്താ ഇനിയിപ്പോ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ കടക്കാരൻ ശ്രദ്ധയ്ക്കായി ഒരു കാര്യം പറയുകയാണ്. ഈ നിൽക്കുന്ന നമ്പ്യാരുടെ മകൾ ലേഖയും എന്റെ മകനായ സുരേഷും തമ്മിൽ വളരെ കാലമായി സ്നേഹബന്ധത്തിലായിരുന്നു. അതുകൊണ്ട് ഈ രണ്ടു കല്യാണങ്ങളും നടത്തുന്നതിൽ കരക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടോ? ഞങ്ങൾക്കാർക്കും യാതൊരു വിരോധവുമില്ല. കല്യാണം മംഗളമായിട്ട് നടക്കട്ടെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതെന്താ ഈ കാണിക്കണം? മോള് മനസ്സിൽ കല്യാണം എന്ന് പറഞ്ഞാൽ ഇതാ കല്യാണം, അത്രേ ഉള്ളൂ. എന്തിനാ അവളും ഏറ്റിച്ചായിരിക്കണം? മനസ്സിലാണ്. ഇനി അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അനുഗ്രഹം വാങ്ങണം. അയ്യോ, ഈ മേളക്കാർ ഇനി ഇവരുടെ അച്ഛന്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങണം. നീ പോയിട്ട് അച്ഛനെ ചെല്ല്, ചെല്ല്, ചെല്ല്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. വരൂ അച്ഛാ. മസാലയുടെ കളിപ്പ് ഇവിടെ വേണ്ട. ഞാൻ പറയാം, നീ വലിയ ആളാവണ്ട ഇവിടെ കേട്ടാ. എനിക്ക് അത്യാവശ്യം എന്റെ മുണ്ട് പുറത്ത് നടന്നാ ചെല്ലു. എന്തിനും കഴിഞ്ഞതെല്ലാം മറക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ ഇവര്, അവർക്ക് നമ്മളല്ലേ ഉള്ളൂ. ഞങ്ങളെ വേണേ തല്ലിക്കോ, പക്ഷെ ഇതുങ്ങളെ വേദനിപ്പിക്കരുത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത തെറ്റിന് ഇതല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങളെ അനുഗ്രഹിക്കണം. വാ. എനിക്ക് അനുഗ്രഹം വാങ്ങിക്കും. ശരി. എവിടേക്കായി പോണേ? ഞാൻ പറഞ്ഞത് ഒരാൾ പറയണം. അച്ഛാ, ഞാനും പാവല്ലേ അച്ഛാ, ഞങ്ങളെ അനുഗ്രഹിക്കണം. അദ്ദേഹം ക്ഷമിക്കണം. നമ്മളൊക്കെ ഈ കുട്ടികളുടെ തന്തമാരായി പോയില്ലേ? ഒരച്ഛന്റെ സ്നേഹം ഞാനിപ്പോ മനസ്സിലാക്കുന്നു കുറുപ്പേ. ആ, നമ്മൾ തോറ്റെടുത്ത് നമ്മുടെ മക്കള് വിജയിക്കണം. അതെ, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ പ്രാർത്ഥിക്കാം. ഇപ്പോഴല്ലടൂ. പിന്നെ ഈ പ്രാർത്ഥനയും കീർത്തനൊക്കെ പിന്നാക്കാന്ന് മനുഷ്യരിവിടെ വിശന്ന് കുടല് കാര്യമാണ്. എന്നാ പിന്നെ താമസിക്കണ്ട, നമുക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കാം. ആദിത്യ വെള്ളം വെച്ചത് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. വേണ്ട കുറുപ്പേട്ട, ഈ സദ്യ കഴിക്കാൻ പറ്റില്ല. എന്താ? അതെ, ഇതിന് കേട് തീർത്ത് നമുക്ക് വേറൊരു സദ്യ റെഡിയാക്കണം.
നമുക്ക് കളിക്കണം. കലക്കി കളയാന്നേ. ആ എന്നാൽ ഈ ഗോവിന്ദക്കുറുപ്പും ഈ ആദിത്യപിള്ളയും ചേർന്ന് ഒരു സദ്യ വെച്ചാൽ ആ സദ്യയെ വെല്ലാൻ ഈ രാജ്യത്ത് ഒരു സദ്യ ഉണ്ടാവില്ല. അത് ഒരു തരം, 2 തരം, 3 തരം.